ഇന്ദുലക്ഷ്മി ഭാഗം 4. ഞാൻ കിച്ചുവേട്ടന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. അടുത്ത നിമിഷം മേശമേലിരുന്ന ചോറും കറികളും തട്ടി മാറ്റിക്കൊണ്ട് ഏട്ടൻ ചാടി എണീറ്റു. ആ വീട്ടിലേക്ക് അവൾക്കിനി പോകാൻ പറ്റില്ലെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ഒന്നുമില്ലെങ്കിലും നിങ്ങൾ ഒരു സ്ത്രീയല്ലേ? ഞാൻ ഭയത്തോടെ അമ്മയെ നോക്കി. എനിക്ക് അവളുടെ കാര്യം ഒന്നും അറിയണ്ട. ഈ ലോകത്ത് അങ്ങനെ ഒരുപാട് ആളുകൾ കാണും. അവരെയൊക്കെ നോക്കാൻ എനിക്ക് പറ്റുമോ? അമ്മ കൂസലില്ലാതെ പറഞ്ഞു. ഇന്ദു, നീയും കൂടി അറിഞ്ഞോണ്ടാണോ ലച്ചു ഇവിടുന്ന് പോയത്? കിച്ചുവേട്ടൻ തീക്ഷ്ണമായ ശബ്ദത്തോടെ എന്നോട് ചോദിച്ചു. അത് പിന്നെ ഞാനൊന്നും. നിനക്കെന്താടി വിക്കുണ്ടോ? നീ എന്തിനാ അവളോട് ചൂടാവുന്നത്? ലക്ഷ്മി പോയതിന് അവളെന്ത് വേണം? അമ്മ പറയുന്നത് ശ്രദ്ധിക്കാതെ ഏട്ടൻ വീണ്ടും എന്റെ നേർക്ക് തിരിഞ്ഞു. ഇന്ദുവിനോടാണ് ഞാൻ ചോദിച്ചത്. അവള് പോകുന്നത് നീയും കണ്ടില്ലേ? കണ്ടു. എന്നോട് പറഞ്ഞിട്ടാണ് ചേച്ചി പോയത്. ഞാൻ തടയാൻ ശ്രമിച്ചതാണ്. പക്ഷെ ചേച്ചി ഇവിടെ നിന്നാൽ ഏട്ടൻ എന്നെ സ്നേഹിക്കില്ലെന്ന് പറഞ്ഞ് സ്വയം വിക്കി ഞാൻ അത്രയും പറഞ്ഞൊപ്പിച്ചു. അല്ലെങ്കിലും ലക്ഷ്മി ചെയ്തതിൽ തെറ്റൊന്നുമില്ല. ഇപ്പോ നിന്റെ ഭാര്യ ഇന്ദു അല്ലേ? അവള് നിങ്ങളുടെ ഇടയിൽ ഒരു തടസ്സമാവണ്ടെന്ന് കരുതി കാണും. പഴയതെല്ലാം മറന്ന് നിങ്ങൾ രണ്ടുപേരും നന്നായി ജീവിക്കണം. അമ്മയുടെ സംസാരവും കൂടി കേട്ട ഏട്ടന്റെ സമനില തെറ്റി. എന്റെ കയ്യിൽ പിടിച്ചു വലിച്ച് റൂമിൽ കൊണ്ടുപോയി ഡോർ അടച്ചു. ഇന്ദു, നിന്നോട് ഞാൻ പറഞ്ഞ കാര്യമാണ്. എനിക്കൊരിക്കലും മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കാൻ കഴിയില്ല. എല്ലാം അറിഞ്ഞിട്ടും നീ എന്റെ ഭാര്യയായി വന്നത് എന്തിനാണ്? ഈ വീടും സ്വത്തും കണ്ടിട്ടാണോ? പറയാൻ അലറിക്കൊണ്ടാണ് ചോദ്യം. ഞാൻ പകച്ചു നിന്നു. ഞാൻ അങ്ങനൊന്നും. കള്ളം പറയരുത്. ഒരമ്മയും മോളോട് ഇങ്ങനൊരു ചതി ചെയ്യില്ല. നീയും നിന്റെ അമ്മയും ചേർന്നുള്ള ഒത്തുകളി അല്ലേടി ഇത്? ലച്ചുവിന്റെ പിന്നാലെ നടന്ന് സ്നേഹം കാണിച്ചിട്ട് ഞാനില്ലാത്ത സമയം നോക്കി അവൾ ഇവിടെ നിന്ന് പറഞ്ഞയച്ചിട്ട് എന്റെ ഭാര്യയായിട്ട് ഇവിടെ വാഴാന്നാണോ നിന്റെ ഉദ്ദേശം? എനിക്കൊന്നും അറിയില്ലായിരുന്നു സത്യം. അതെന്റെ സ്വന്തം അമ്മയല്ല. എന്റെ അമ്മ മരിച്ചുപോയി. എന്റെ അച്ഛൻ രണ്ടാമത് വിവാഹം ചെയ്ത സ്ത്രീയാണവര്. ഞാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞത് കേട്ട് ഏട്ടന്റെ മുഖത്ത് അമ്പരപ്പ് നിറഞ്ഞു. ഏട്ടന്റെ വിവാഹം കഴിഞ്ഞതാണെന്നും ബന്ധം പിരിഞ്ഞതാണെന്നും പറഞ്ഞു. ലക്ഷ്മി ചേച്ചി വീട്ടിലുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ആളിന്റെ മുഖത്ത് ദേഷ്യമൊന്ന് കുറഞ്ഞതുപോലെ തോന്നി. എന്നെ പകച്ചു നോക്കി കുറച്ചു നേരം നിന്നു. കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എനിക്കും ഒരു തെറ്റുപറ്റി. ഞാൻ നിന്നോട് എല്ലാം തുറന്നു പറയേണ്ടതായിരുന്നു. എങ്കില് നീയും കൂടി നശിച്ച ഈ ജീവിതത്തിലേക്ക് വരില്ലായിരുന്നു. ലച്ചുവിനെ ഡിവോഴ്സ് ചെയ്യുമ്പോഴും എന്റെ മനസ്സിൽ അവള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വരുന്ന വിവാഹാലോചനകളെല്ലാം മുടങ്ങുമ്പോ ഒടുവില് അവൾ എന്റെ കൂടെ തന്നെ ജീവിക്കുമെന്ന് ഞാൻ കരുതി. നീ വിവാഹത്തിന് സമ്മതിച്ചു എന്നറിഞ്ഞതും വൈകിയാണ്. അതറിഞ്ഞ് ഞാൻ നിന്നെ കാണാൻ വീട്ടിൽ വന്നിരുന്നു. ഇപ്പോൾ അമ്പരന്നത് ഞാനാണ്. എങ്ങനെയെങ്കിലും ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറയാൻ. നിന്റെ അമ്മയാണ് പറഞ്ഞത് നിന്റെ ജാതകത്തില് 2 വിവാഹയോഗം കാണിക്കുന്നു. കുറച്ചു നാൾ കഴിഞ്ഞ് ഡിവോഴ്സ് ചെയ്യാമെന്നും അവരെന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞു പറഞ്ഞു. നീയും കൂടി ഇതൊക്കെ അറിഞ്ഞിട്ടാണെന്ന് ഞാൻ വിശ്വസിച്ചു പോയി. അതുകൊണ്ട് മാത്രാ ഞാൻ ഈ നാടകത്തിന് കൂട്ടുനിന്നത്. നീ ഡിവോഴ്സ് ചെയ്താല് ലച്ചു എന്റെ കൂടെ കാണുമല്ലോ എന്ന് ഓർത്തു. അല്ലെങ്കിൽ നിന്റെ ജാതകദോഷം കാരണം ഞാനങ്ങ് മരിച്ചു പോട്ടെ എന്ന് കരുതി. അതോടെ എല്ലാം തീരുമല്ലോ. തലയ്ക്ക് കൈ കൊടുത്ത് കിച്ചുവേട്ടൻ കട്ടിലിരിക്കുമ്പോഴും കേട്ടതൊന്നും ഉൾക്കൊള്ളാനാകാതെ നിൽക്കുകയായിരുന്നു ഞാൻ. ഈശ്വരാ, എന്തൊക്കെയാ ഇപ്പോ കേട്ടത്? അമ്മ കള്ളം പറഞ്ഞതാണോ? ലച്ചു എവിടെ പോകുന്നു എന്ന് നിന്നോട് പറഞ്ഞോ? ഏട്ടന്റെ ചോദ്യമാണ് എന്നെ സ്വബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. ഞാൻ യാന്ത്രികമായി ഇല്ലെന്ന് തലയാട്ടി. ഏട്ടൻ പെട്ടെന്ന് എണീറ്റ് റൂമിന് പുറത്തേക്ക് പോയി. എനിക്കൊരു കാര്യം മനസ്സിലായി. ഏട്ടന് ചേച്ചിയെ മറന്നൊരു ജീവിതമില്ല. കുറച്ചു നേരത്തേക്കെങ്കിലും ഏട്ടനെ സ്വന്തമാക്കാൻ കൊതിച്ച എന്റെ സ്വാർത്ഥതയോർത്ത് എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നി. രേണുക വന്ന് നോക്കുമ്പോൾ ലക്ഷ്മി ചുരുണ്ടുകൂടി കിടക്കുകയാണ്. വന്നപ്പോൾ മുതൽ ഈ കിടപ്പ് തന്നെ. മകളെ നോക്കി നിൽക്കുമ്പോൾ അവരുടെ മനസ്സ് തകർന്നു. വിവേകമില്ലാത്ത പ്രായത്തിൽ സംഭവിച്ച ഒരബദ്ധമാണ് മോളുടെ ജനനം. സ്നേഹം നടിച്ചു വന്ന കാമുകനെ കണ്ണടച്ച് വിശ്വസിച്ചു. അയാളുടെ മുന്നിൽ സ്വയം സമർപ്പിച്ച 18-കാരിയുടെ ബുദ്ധിശൂന്യതയോർത്ത് 100 തവണയെങ്കിലും സ്വയം ശപിച്ചിട്ടുണ്ട്. ഗർഭിണിയായ മകൾ മൂലമുണ്ടാകുന്ന മാനക്കേടിൽ നിന്ന് തലയൂരാൻ അച്ഛൻ കണ്ടുപിടിച്ച മാർഗമാണ് ദിവാകരനുമായിട്ടുള്ള വിവാഹം.
മദ്യപാനിയായ അയാൾ നോക്കിയത് തനിക്ക് നൽകിയ സ്വത്തും പണവും മാത്രമായിരുന്നു. എല്ലാം വിറ്റുതുലച്ച് കുടിച്ചു നശിപ്പിച്ചു. ഇതിനിടയിൽ 2 പെൺകുട്ടികൾ കൂടി ജനിച്ചു. കുടിയനാണെങ്കിലും ഒരു തുണയുണ്ടല്ലോ എന്ന് സമാധാനിച്ചു. പക്ഷേ ലക്ഷ്മി വളർന്നു വരുന്നതനുസരിച്ച് അവളോടുള്ള അയാളുടെ സമീപനത്തിലും മാറ്റം വന്നു. അറിയാത്ത ഭാവത്തിലുള്ള സ്പർശനവും വല്ലാത്ത നോട്ടവുമൊക്കെ പതിവായി. ഇഷ്ടമില്ലെങ്കിൽ കൂടി അങ്ങനെയാണ് കിച്ചുവിന്റെ വീട്ടിലേക്ക് അവളെ പറഞ്ഞു വിടേണ്ടി വന്നത്. മീനാക്ഷി അവളെ സ്വന്തം മകളെപ്പോലെ സ്നേഹിച്ചു. കിച്ചുവുമായുള്ള വിവാഹത്തോടെ ഈ നരകത്തിൽ നിന്ന് അവൾ പൂർണ്ണമായും രക്ഷപ്പെട്ടു എന്ന് കരുതിയതാണ്. പാവം, അവിടെയും പരാജയപ്പെട്ടു. ഒരു കുഞ്ഞുണ്ടാകില്ലെന്ന് മനസ്സിലായതോടെ മീനാക്ഷിയുടെ സ്വഭാവം ആകെ മാറി. കോളിംഗ് ബെല്ലിന്റെ ശബ്ദമാണ് രേണുകയെ ഓർമ്മയിൽ നിന്ന് ഉണർത്തിയത്. വാതിൽ തുറക്കുമ്പോൾ ലച്ചുവിന്റെ നേരെ ഇളയ അനിയത്തി അനിതയാണ്. ചേച്ചി എന്തെടുക്കും അമ്മേ? കുഞ്ഞുമായി അകത്തേക്ക് കടക്കുമ്പോൾ ചോദിച്ചു. വന്നപ്പോൾ മുതല് ഒരേ കിടപ്പ, ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല, അമ്മ നെടുവീർപ്പോടെ പറഞ്ഞു. ഏറ്റവും ഇളയ അനിയത്തി അശ്വതി അനിതയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി. ഞാൻ അപ്പോഴേ അമ്മയോട് പറഞ്ഞതല്ലേ, ഡിവോഴ്സ് ആയിക്കഴിഞ്ഞാൽ ചേച്ചി ആ വീട്ടിലേക്ക് വിടരുതെന്ന്. അനിതയുടെ ശബ്ദത്തിൽ ദേഷ്യം കലർന്നിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യും മോളെ? ഇവിടെ നിർത്താൻ പറ്റുമോ? എല്ലാം നിനക്ക് അറിയാവുന്നതല്ലേ. അച്ഛനായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ അയാളെ കൊന്നേനെ. ഇറക്കി വിട്ടാലും പോവില്ല. ചേച്ചി ഇവിടെ ഉണ്ടെന്നറിഞ്ഞാല് ഇനിയും കയറി വരും. അനിത പല്ല് ഞെരിച്ചു. രേണുക ഒന്നും പറയാനാവാതെ മുഖം താഴ്ത്തി. അനിത ലക്ഷ്മിയുടെ റൂമിലേക്ക് നടന്നു. ചേച്ചി, അവളുടെ ശബ്ദം കേട്ട് ലക്ഷ്മി മുഖമുയർത്തി നോക്കി. നീ എപ്പോ വന്നു? മനോജ് മോനും വന്നില്ലേ? ഞാൻ ഇപ്പോ വന്നതേയുള്ളൂ. ചേച്ചി വന്നവരെ അമ്മ പറഞ്ഞിരുന്നു. അതുകൊണ്ട് മോനെയും എടുത്ത് ഞാനിങ്ങ് പോന്നു. 2 ദിവസം ഇവിടെ നിൽക്കാന്ന് കരുതി. മനോജേട്ടൻ നാളെ വരും. അനിത കിടക്കയിലിരുന്നു. ഹാ, ഏതായാലും നന്നായി. കിച്ചോട്ടൻ വേറെ വിവാഹം കഴിച്ചിട്ട് ചേച്ചി അവിടെ ഒരു ജോലിക്കാരിയായി നിൽക്കേണ്ട കാര്യമില്ല. അത്രയ്ക്ക് സ്നേഹമുള്ള ആളായിരുന്നേല് വേറെ വിവാഹം ചെയ്യോ? അല്ല, അമ്മ പറഞ്ഞുടനെ ചേച്ചി ഉപേക്ഷിച്ച മനുഷ്യനല്ലേ. അങ്ങനൊന്നും പറയല്ലേ. കിച്ചോട്ടിന് എന്ത് ചെയ്യാൻ പറ്റും? അമ്മയെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ഞങ്ങള് 2 പേരുടെ ഇടയിൽ കിടന്ന് ഒരുങ്ങുന്നത് കണ്ടിട്ടാണ് ഞാൻ ഒപ്പിട്ട് കൊടുത്തത്. അനിത ലക്ഷ്മിയെ തുറിച്ചു നോക്കി. കിച്ചോട്ടിനെ കുറ്റം പറഞ്ഞാല് ചേച്ചിക്ക് ഇപ്പോഴും ഇഷ്ടായില്ലല്ലോ. അശ്വതി റൂമിലേക്ക് ഓടി വന്നു. ചേച്ചി, കിച്ചേട്ടൻ വന്നിട്ടുണ്ട്. ലക്ഷ്മി നെഞ്ചിൽ കൈ ചേർത്തു. ചേച്ചി ഇവിടെ ഇരുന്നാ മതി, ഞാൻ സംസാരിക്കാം ചേട്ടനോട്. അനിത എണീറ്റുകൊണ്ട് പറഞ്ഞു. ലക്ഷ്മി അവളുടെ കയ്യിൽ പിടിച്ചു. മോളെ, ഏട്ടനെ ഒന്നും പറഞ്ഞു വിഷമിപ്പിക്കല്ലേ. ഞാൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാ മതി. പാവം, ആകെ തകർന്ന് നടക്കുക. അനിത മുറ്റത്തെത്തുമ്പോൾ കിച്ചു വേലിയുടെ അരികിൽ ബൈക്ക് നിർത്തി വീട്ടിലേക്ക് വന്നു. കിച്ചോട്ടൻ എന്താ ഇവിടെ? അനിതയുടെ ചോദ്യം കേട്ട് കിഷോർ മുഖം ചുളിച്ചു. അതെന്താ, എനിക്കിവിടെ വരാൻ പാടില്ലേ? ലക്ഷ്മി എവിടെ? ഏട്ടനിനി ചേച്ചിയുടെ കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട. വെറുതെ നാട്ടുകാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാൻ. ഒരു പെൺകുട്ടി കൂടെയുള്ള വീടാണിത്. അതുമല്ല, ഏട്ടൻ ഇവിടെ വരുന്നത് പുതിയ ഭാര്യയ്ക്ക് ഇഷ്ടാവോ? ആ കുട്ടിയെങ്കിലും നല്ലോണം നോക്കിയാ മതി. എനിക്ക് ലക്ഷ്മിയോടാണ് സംസാരിക്കാനുള്ളത്. നീ അവളെ വിളിക്ക്. അത് കേട്ടുകൊണ്ടാണ് രേണുക അങ്ങോട്ട് വന്നത്. കിച്ചു, മോൻ ഇവിടെ ഒന്ന് ബഹളം ഉണ്ടാക്കല്ലേ. മീനാക്ഷി അറിഞ്ഞാല് ഞങ്ങളല്ലേ കുറ്റം പറയൂ. എന്റെ കുട്ടി ഉരുകിയാ ജീവിക്കുന്നത്. ഇനി മറ്റൊരു പെൺകുട്ടിയുടെ ശാപം കൂടി അവളുടെ തലയിലെടുത്ത് വെക്കല്ലേ. അത്രയും പറഞ്ഞപ്പോഴേക്കും രേണുക കരഞ്ഞു പോയിരുന്നു. ഞാനിവിടെ ബഹളം ഉണ്ടാക്കാൻ വന്നതല്ല. എനിക്ക് ലക്ഷ്മിയെ ഒന്ന് കാണണം. നിങ്ങൾ തടഞ്ഞാലും ഞാൻ അവളെ കണ്ടിട്ടേ പോകൂ. കിഷോർ നേരെ ലക്ഷ്മിയുടെ മുറിയിലേക്ക് നടന്നു. വാതിലിനരികിൽ എല്ലാം കേട്ട് നിൽക്കുമായിരുന്നു ലക്ഷ്മി. അയാൾ അവളോട് ഒന്നും മിണ്ടാതെ മുറിയിൽ ചെന്ന് കട്ടിലിൽ കിടന്നു. കിച്ചട്ടിന് എന്തായി കാണിക്കുന്നത്? വീട്ടിൽ പോകുന്നില്ലേ? ഇന്തോ അവിടെ കാത്തിരിക്കുവാവും. ലക്ഷ്മി ആകുലതയോടെ അയാളെ നോക്കി. കിഷോർ ഒന്നും മിണ്ടാതെ കണ്ണുകൾ അടച്ചു. കിച്ചേട്ടാ, എനിക്ക് ഉറങ്ങണം. അത്രമാത്രം പറഞ്ഞിട്ട് കിഷോർ തിരിഞ്ഞു കിടന്നു. പിന്നെ ലക്ഷ്മി അവിടെ നിന്നില്ല. രേണുകയും മക്കളും മുറ്റത്ത് തന്നെ നിൽക്കുകയാണ്. കിച്ചേട്ടന് ഉറക്കം വരുന്നു എന്ന് പറഞ്ഞ് കട്ടിലിൽ കിടക്കുന്നു. ഞാനിപ്പോ എന്താ ചെയ്യാ? അമ്മയും എന്തോ അറിഞ്ഞാൽ. ലക്ഷ്മി പരിഭ്രമത്തോടെ മൂവരെയും നോക്കി. കൂട്ടത്തിൽ ധൈര്യശാലിയായ അനിതയ്ക്കും എന്ത് ചെയ്യണമെന്ന് ഒരു ഊഹവും കിട്ടിയില്ല.
കുറച്ചു നേരം ആ കൂട്ടത്തിലിരുന്നിട്ട് ലക്ഷ്മി എന്തോ ആലോചനയോടെ അകത്തേക്ക് ചെന്നു. കിഷോർ ഇപ്പോഴും കണ്ണടച്ച് കിടക്കുകയാണ്. എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ എന്ന് അവൾ ഓർത്തു. എന്താടി ഇത്ര വലിയ ആലോചന? എന്നെ ഇവിടെ നിന്ന് ഓടിക്കാന്നാണോ? കിഷോറിന്റെ ചോദ്യം കേട്ട് ലക്ഷ്മി അയാളെ തറപ്പിച്ചു നോക്കി. കിച്ചേട്ടൻ ചെയ്യുന്നത് ശരിയല്ല. വേഗം വീട്ടിൽ പോ നോക്ക്. ഇന്ദു അറിഞ്ഞാൽ എന്ത് കരുതും? അവളൊരു പാവം കുട്ടിയാ. കിഷോർ എണീറ്റ് പുറത്തേക്ക് പോയി. ലക്ഷ്മിക്ക് ആശ്വാസവും വേദനയും ഒരേ സമയം തോന്നി. രേണുകയെയും മക്കളെയും ശ്രദ്ധിക്കാതെ വേലിക്കരിയിലിരുന്ന വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വീടിന് പിന്നിലേക്ക് പോയി. ബൈക്ക് ഒതുക്കി വെച്ചിട്ട് ഇറങ്ങി വന്ന് ലക്ഷ്മിയുടെ അടുത്തേക്ക് വന്നു. ഞാനിന്നിവിടെയാ. അതൊന്നും ശരിയാവില്ല കിച്ചു. നാട്ടുകാരെന്ത് പറയും? രേണുക മടിച്ചു പറഞ്ഞു. അതെന്താ ശരിയാവാത്തത്? ഞാൻ എൻ്റെ ഭാര്യ വീട്ടിലല്ലേ നിൽക്കുന്നത്. ഇതെങ്ങനെ നിങ്ങളുടെ ഭാര്യ വീടാകും? ഏട്ടൻ ചേച്ചിയെ പിരിഞ്ഞ് വേറൊരു പെണ്ണിനെ വിവാഹം ചെയ്തതല്ലേ. നിങ്ങളുടെ വെപ്പാട്ടിയായിട്ട് കഴിയാൻ എന്റെ ചേച്ചി കിട്ടില്ല. അനിത പൊട്ടിത്തെറിച്ചു. കിച്ചു അവളുടെ നേരെ വന്നു നിന്നു. തോന്നിയാസം പറഞ്ഞാൽ അടിച്ചു നിന്റെ ചെകിട് പൊട്ടിക്കും, മനസ്സിലായോ? നിന്റെ ചേച്ചിക്ക് അത് കിട്ടാത്തതിന്റെ കുറവാ അവളി കാണിച്ചു കൂട്ടുന്നത്. അനിത പകച്ച് പിന്നിലേക്ക് നീങ്ങി നിന്നു. കിഷോർ കൂസലില്ലാതെ അകത്തേക്ക് പോയി. അനിതയെ ഒന്ന് നോക്കിയിട്ട് ലക്ഷ്മി പിന്നാലെ പോയി. ദൈവത്തെ ഓർത്ത് കിച്ചേട്ടൻ വീട്ടിലേക്ക് പോ. ലച്ചു, ആദ്യം ഞാനൊന്ന് കുളിക്കട്ടെ. അപ്പോഴേക്കും ചോറെടുത്ത് വയ്ക്ക്. നല്ല വിശപ്പ്. മീനുണ്ടോ? ഇല്ലെങ്കിൽ മുട്ട പൊരിച്ചാലും മതി. അത്രയും പറഞ്ഞിട്ട് കിഷോർ കുളിക്കാൻ പോയി. അവൻ വരട്ടെ മോളെ, ഞാൻ സംസാരിക്കാം. രേണുക അവളെ ആശ്വസിപ്പിച്ചു. വീടിന് മുന്നിൽ ഓട്ടോ നിൽക്കുമ്പോൾ അമ്മു വരാന്തയിൽ ഇരുന്ന് പഠിക്കുകയാണ്. അമ്മേ, ചേച്ചി വന്നു. എന്റെ മുഖം കണ്ട് അവൾ വല്ലാതെയായി. എന്താ ചേച്ചി, കിഷോറേട്ടൻ വന്നില്ലേ? അവളുടെ പിന്നാലെ വന്ന സുമയിലേക്ക് എന്റെ കണ്ണുകൾ നീണ്ടു. കലങ്ങിയ കണ്ണുകളും കരഞ്ഞു വീർത്ത മുഖവും കണ്ട് അവരുടെ മുഖം വിളറി. ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? എന്നോട് ഇങ്ങനെ ദ്രോഹം ചെയ്യാൻ? ദാ ഇവളെ ഇങ്ങനെ ആർക്കെങ്കിലും വിക്കോ നിങ്ങള്? എന്താ ചേച്ചി? അമ്മു ആകാംക്ഷയോടെ ചോദിച്ചു. അമ്മു, നീ പോയി ചായ ഉണ്ടാക്ക്. സുമയുടെ ശബ്ദത്തിലെ കടുപ്പം മനസ്സിലാക്കി അമ്മു മനസ്സില്ലാ മനസ്സോടെ പോയി. ഇന്ദു ഇരിക്ക്, ഞാൻ പറയാം. ഞാൻ അവരെ വെറുപ്പോടെ നോക്കി. എന്റെ അച്ഛൻ രണ്ടാമത് വിവാഹം കഴിച്ചത് ഇതുപോലെ നീചയായ ഒരു സ്ത്രീയെയാണല്ലോ. നിന്റെ ജാതകത്തില് ചെറിയൊരു പ്രശ്നമുണ്ട് കുട്ടി. 2 മംഗല്യയോഗമുണ്ട്. അതറിഞ്ഞിട്ടാണ് ഇതുവരെ വന്ന കല്യാണം എല്ലാം മുടങ്ങിയത്. അപ്പോഴാ കിഷോറിന്റെ ആലോചന വരുന്നത്. കിഷോറും അമ്മാവനും ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ ഇതെല്ലാം പറഞ്ഞിരുന്നു. അയാളാണെങ്കിൽ അമ്മയുടെ നിർബന്ധപ്രകാരമാണ് വന്നത്. എല്ലാം അറിഞ്ഞപ്പോ വിവാഹം അധികം ആരെയും അറിയിക്കേണ്ടെന്ന് പറഞ്ഞത് കിഷോറിന്റെ അമ്മാവനാണ്. അതാണ് നല്ലതെന്ന് എനിക്കും തോന്നി. ശരീരത്തിന്റെ ബലം നഷ്ടപ്പെടുന്നത് പോലെ തോന്നിയപ്പോൾ ഞാൻ അടുത്ത് കണ്ട കസേരയിലിരുന്നു. എന്നോടിതൊക്കെ പറയാഞ്ഞത് എന്താ? ഞാൻ വെറുതെ ആശിക്കില്ലായിരുന്നല്ലോ. അമ്മയും അടുത്തിരുന്ന് ശബ്ദം താഴ്ത്തി പറഞ്ഞു. നീ ഇതൊന്നും അറിഞ്ഞാൽ സമ്മതിക്കില്ലെന്ന് തോന്നി. എല്ലാം അറിഞ്ഞുകൊണ്ട് മറ്റൊരാളും ഇതിന് സമ്മതിക്കില്ല. എനിക്കും കിഷോറിനും അയാളുടെ അമ്മാവനും പിന്നെ ഇപ്പോൾ നിനക്ക് ഈ കാര്യം അറിയൂ. തൽക്കാലം വേറെ ആരും ഇതറിയണ്ട. കിച്ചുവേട്ടന്റെ അമ്മ ഇവിടെ പൈസ തന്നിരുന്നോ? കുറച്ചു കഴിഞ്ഞാണ് ഞാൻ ചോദിച്ചത്. നിനക്കിടാനുള്ള ആഭരണങ്ങളുമായി വന്നില്ലേ അന്ന്? കിഷോർ അറിയരുതെന്നും പറഞ്ഞു. ആ പൈസ ഞാൻ അതുപോലെ തന്നെ മാറ്റിവെച്ചിട്ടുണ്ട്. എല്ലാം അവസാനിക്കുമ്പോൾ അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തേക്കാം. അമ്മ ചായയുമായി വന്നപ്പോൾ അമ്മ സംസാരം നിർത്തി. ചായ കുടിക്കുമ്പോഴാണ് എന്റെ മനസ്സിലൂടെ ഒരു ചിന്ത കടന്നു പോകുന്നത്. അമ്മ ഗ്ലാസുമായി പോയപ്പോൾ ഞാൻ അമ്മയെ നോക്കി. 2 വിവാഹയോഗം എന്ന് പറയുമ്പോ ഏട്ടനെന്തെങ്കിലും അപകടം ഉണ്ടാവില്ലേ? അമ്മയുടെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. അങ്ങനെ ഉറപ്പൊന്നുമില്ല, പക്ഷേ സംഭവിച്ചുകൂടായികയില്ല. എന്റെ ഈശ്വരാ, ഞാൻ അറിയാതെ വിളിച്ചുപോയി. അങ്ങനെയൊന്നും സംഭവിക്കില്ല. നിങ്ങളുടെ പേരില് കുറച്ച് വഴിപാടൊക്കെ ചെയ്തിട്ടുണ്ട്. കുട്ടിയും പ്രാർത്ഥിക്ക്. പ്രാർത്ഥനയും വഴിപാടും മാത്രമല്ല, കിച്ചുവേട്ടന് വേണ്ടി ഈ ജീവിതം കൊടുക്കാനും ഞാൻ തയ്യാറാണ്. കിച്ചുവേട്ടന് ഈ ജന്മം ലക്ഷ്മി ചേച്ചിയെ മാത്രമേ സ്നേഹിക്കാൻ പറ്റൂ. പക്ഷേ എന്റെ കഴുത്തിൽ താലി ചാർത്തിയ പുരുഷനല്ലേ. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. ലച്ചു! കിഷോറിന്റെ ഒച്ച മുഴങ്ങിയതും ലക്ഷ്മി ഭയത്തോടെ അനിതയെ നോക്കി.
ചേച്ചി പേടിക്കണ്ട, ആഹാരം കൊടുക്ക്, നമുക്കെല്ലാം ശരിയാക്കാം. അനിത അവളെ ആശ്വസിപ്പിച്ചു. രേണുകയാണ് ആഹാരം വിളമ്പിയത്. ലച്ചു അടുക്കളയിൽ തന്നെ നിന്നു. ലച്ചു ലച്ചു അമ്മയുടെ പിന്നിൽ നിന്നും വന്നു നിന്നു. നീ കഴിച്ചോ? കിഷോർ അവളെ രൂക്ഷമായി നോക്കി. ഞാൻ കഴിച്ചോളാം. പ്ലേറ്റ് എടുത്തിട്ട് വാ, ഒന്നിച്ച് കഴിക്കാം. ലക്ഷ്മി മടിച്ചു നിന്നു. നിന്നോടല്ലേടി പറഞ്ഞത്? ഇരിക്കുമോളെ, നീയും ഒന്നും കഴിച്ചില്ലല്ലോ. രേണുകയും കൂടി പറഞ്ഞപ്പോൾ ലക്ഷ്മി അയാളിൽ നിന്ന് അകലം പാലിച്ചിരുന്ന് കഴിക്കാൻ തുടങ്ങി. വളരെ ആസ്വദിച്ച് ആഹാരം കഴിക്കുന്ന കിഷോറിനെ അനിതയും അശ്വതിയും അമ്പരപ്പോടെയാണ് കണ്ടു നിന്നത്. ഇടയ്ക്കിടെ കുറച്ചുകൂടി ചോറ്, കറി എന്നൊക്കെ പറയുന്നുണ്ട്. മീൻ വാങ്ങിയില്ലേ അമ്മേ? കിഷോർ മുഖമുയർത്തി രേണുകയെ നോക്കി. ഇല്ല, ഇവിടെ ഞാനും അച്ചുവും മാത്രല്ലേ ഉള്ളൂ. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കും. ഇവരുടെ അച്ഛൻ വരുമ്പോഴാ മീൻ വാങ്ങുന്നത്, രേണുക പറഞ്ഞു. നാളെ ഞാൻ പോയി മീൻ വാങ്ങാം. അതുകൂടി കേട്ടതോടെ ലക്ഷ്മി കഴിപ്പ് മതിയാക്കി എണീറ്റ് പോയി. മോൻ വീട്ടിലേക്ക് ചെല്ല്, ആ കുട്ടി വിഷമിക്കില്ലേ, രേണുക പതിയെ പറഞ്ഞു. അവൻ മറിച്ചൊന്നും പറയാതെ എണീറ്റ് കൈ കഴുകി റൂമിലേക്ക് പോയി. അയാൾ എന്തായി കാണിക്കുന്നത്? അമ്മ അയാളെ പറഞ്ഞു വിടാൻ നോക്ക്. അനിതയ്ക്ക് ദേഷ്യം വന്നു. ഞാൻ എന്ത് ചെയ്യാനാ മോളെ? ഇറങ്ങിപ്പോവാൻ പറഞ്ഞ നന്ദിയേടായില്ലേ? എങ്കിലും പിടിച്ചു നിർത്തിക്കോ. ചേച്ചിയുടെ ജീവിതം ഇല്ലാതാക്കി. ഇനി ആ കൊച്ചിന്റെ കണ്ണീരോടി വീഴ്ത്തണമായിരിക്കും. അമ്മ എന്തിനാ എന്റെ കല്യാണത്തിന് മീനാക്ഷി അമ്മയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയത്? ഞാനല്ലല്ലോ, നിങ്ങളുടെ അച്ഛൻ ചെയ്ത പണിയല്ലേ. അത് ലച്ചുവിന്റെ ജീവിതത്തിനിട്ട വിലയായിരുന്നെന്ന് ഞാനോ അവളോ അറിഞ്ഞില്ലല്ലോ. ആ പൈസ കൊണ്ടാണല്ലോ എനിക്ക് ജീവിതം ഉണ്ടായതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഒരു മനസമാധാനവും കിട്ടുന്നില്ല. അനിത സങ്കടത്തോടെ ഇരിക്കുന്നത് കണ്ട ലക്ഷ്മി ഓടി വന്നു. അങ്ങനൊന്നും ചിന്തിക്കല്ലേ അനു, അമ്മ ഒന്നും അറിഞ്ഞിട്ടില്ല. അല്ലെങ്കിലും എനിക്ക് ആ വീട്ടിൽ തുടരാൻ കഴിയില്ലായിരുന്നു. എത്രയെന്ന് വെച്ചാ അവരുടെ ശാപം കേട്ട് ജീവിക്കുന്നത്, മടുത്തുപോയി. കിച്ചുവേട്ടൻ എന്തെങ്കിലും ഇത് അറിയില്ലേ? അശ്വതി ആകുലതയോടെ ചോദിച്ചു. അറിയും. അതോടെ എന്നെ വെറുത്ത് ഇന്ദുവിനെ സ്നേഹിക്കും. അത്രയും പറഞ്ഞിട്ട് ലക്ഷ്മി കിച്ചുവിന്റെ റൂമിലേക്ക് പോയി. ഏട്ടനീ ചെയ്യുന്നത് ശരിയല്ല. ഇനി ഒരു പേരദോഷം കൂടി കേൾക്കാൻ എനിക്ക് വയ്യ. കിഷോർ അത് കേൾക്കാത്ത ഭാവത്തിൽ മൊബൈലിൽ നോക്കി നിന്നു. ഏട്ടനെന്താ ചെവി കേക്കില്ലേ? ലക്ഷ്മി ശബ്ദമുയർത്തി. അവളെ കുറച്ചുനേരം നോക്കി നിന്നിട്ട് കിഷോർ പുറത്തേക്ക് നടന്നു. ബൈക്ക് അകന്നു പോകുന്ന ശബ്ദം കേട്ടെങ്കിലും ലക്ഷ്മി അവിടെ തന്നെ നിന്നു. തുടരും. അടുത്ത പാർട്ടുമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ.